യെസ്, വെൽക്കം ടു. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ എന്താ, ഒരു ചെറിയൊരു സ്റ്റുഡിയോ വ്ളോഗ് പാർട്ട്. ഓക്കെ, ഫസ്റ്റ് വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പാർട്ട് 2 ചെയ്യണമെന്ന്. അതുകൊണ്ടാണ് ചെയ്യുന്നത്. അപ്പം ഇന്ന് ഷോപ്പിംഗ് ഉണ്ടല്ലോ, ഇന്നും നോക്കുന്നുണ്ടല്ലോ. അവള് ഷോപ്പിംഗ് എന്ന് വിചാരിക്കുന്നു, നമ്മൾ നോക്കാൻ വേണ്ടി പോകും. ഞാൻ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുതിയ പുതിയ പ്രൊഡക്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. അപ്പം അതുകൊണ്ടാണ് മെയിനായിട്ട് കാണിക്കുന്നത്. അപ്പോൾ കാണിച്ചിട്ട് വരാം. പുതിയ പുതിയ ഐറ്റംസ് ഉണ്ടായി കാണിച്ചതാണ്. ഓക്കെ, അനു കയറിപ്പോയി. ബാക്കി നമുക്ക് ഓക്കെ. ഫസ്റ്റ് തന്നെ കയറിയപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നിയത്? ഓക്കെ, കുറെ ബാഗി ജീൻസ് ഒക്കെ ഉണ്ട്, കളർഫുൾ. 999 കുറെ കളേഴ്സ് ആയിട്ടുണ്ട്, എല്ലാ സൈസിലും ഉണ്ട്. ഇവിടെ കുറെ ക്രോപ്പ് ടോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അടിപൊളിയാണ്, ഇത് നല്ല രസമുണ്ട്. പക്ഷെ ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് ട്രഡീഷണൽ വെയർ ആണ് വേണ്ടത്. ഒരു മോഡേൺ വെയർ ആണ്. ആക്ച്വലി ഇതാണ് നമ്മൾ മേടിച്ചത്, എനക്കല്ല, അനുവിന്. വെച്ചോക്ക്. എത്ര റേറ്റ്? ഇത് എക്സസ് ആണ്. എന്ത്, ഏതാണ് ആ സമയം? ആക്ച്വലി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. അപ്പം അതിൻ്റെ ഒരു പർച്ചേസിനായിട്ടാണ് വന്നത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് എമൗണ്ട് ഇങ്ങനെ തന്നെന്ന് വെച്ചാൽ അവരുടെ സൈഡിൽ നിന്ന് ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ ഇഷ്ടപ്പെട്ട് പോയി എടുത്തു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു പർച്ചേസാണിത്. കഴിഞ്ഞ പ്രാവശ്യത്തെ വെഡിങ് ആനിവേഴ്സറിക്ക് അവരുടെ കൂടെ ഞാൻ പോയി. എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് എനിക്കും ശ്രദ്ധിക്കും. ഇപ്രാവശ്യം അങ്ങനെ ഇവർക്ക് നടക്കാനൊന്നും പറ്റില്ല കുറേ നേരം, നമുക്ക് പിന്നെ ടൈം എടുക്കുമല്ലോ. സോ തന്നിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മേടിച്ചോ എന്നൊക്കെ പറഞ്ഞു. സോ അതാണ് ഈ ഒരു ഷോപ്പിംഗ്. ശരിക്കും നോക്കാം യുദ്ധക്കളം പോലെ ഉണ്ട്. ആക്ച്വലി ശരിക്കും നോക്കണം നല്ലത്. കമ്പാരിറ്റീവ്ലി ലാസ്റ്റ് ടൈം കുറച്ചുകൂടെ വേറെ 3 സാധനങ്ങളൊക്കെ വന്നിട്ട് കാണുന്നത് നമുക്ക് നോക്കിയെടുക്കാം. ഓൾറെഡി ലാസ്റ്റ് ഡേ 100.7 ചെരുപ്പ് സ്റ്റുഡിയോ തന്നെയാണ് എടുത്തത്. അപ്പം ശരിക്കും വലിയ കാര്യമില്ല, എനിക്ക് ഫീലൊന്നും നോക്കില്ല. പിന്നെ ഇവിടെ കുറേ ഷൂസും സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ട്. 299 ചെരുപ്പാണ് മൊത്തത്തിൽ കാണുന്നത്. അപ്പം 399 ഷൂ ആണ്, 399 ചെരുപ്പാണ്. ഇത് 499 ആണ്, ഇത് 699 ആണ്. ജസ്റ്റ് പാസ് ചെയ്ത് ഇഷ്ടപ്പെട്ടില്ലേ? നല്ല നമുക്ക് അടുത്തടുത്ത് എടുക്കുന്നുണ്ട്. ശരി, കുറേ ചിലവാകില്ല. കോട്ടയാ? ശരി, ഓക്കെ ഓക്കെ, ശരി, എടുത്തോ. എത്ര ഐറ്റം? നൈസ്, ഹാപ്പി, ഒന്ന് ബാഗിലിട്ടിട്ടുണ്ട്. ഒന്നുമില്ല, എല്ലാം തീർന്നു. ഫാഷൻസ് പറയാൻ വേണ്ടി ഒന്നുമില്ല, തീർന്ന കുറെ ഭാഗങ്ങളാണ് കാണുന്നത്. നല്ല അടിപൊളി കളർ. നമ്മളൊക്കെ നല്ല നിരക്കാണ് കാണിക്കാന്ന് വെച്ചാൽ ഫുള്ള് ആൾക്കാരാണ്. പൊതിഞ്ഞ് കൂട്ടി പോലെ ഉണ്ട്. ഈച്ച മധുരം പൊതിയുന്ന പോലെ പൊതിഞ്ഞിട്ടുണ്ട് എല്ലാവരും കൂടെ. ഈ നോക്കി നിൽക്കുമ്പോ എന്റെ കൂടെ ഒന്നും കാണുന്നില്ല. സൈഡിൽ നിന്ന് കവളിക്കാം. കഴിഞ്ഞ് നമുക്ക് നാളെ നോക്കാം. പക്ഷെ നല്ല ആൾക്കാർ കുറവാണ്.
റേറ്റ് എത്ര? വലിയ സമ്മതിച്ചല്ലേ? ഇത് ആക്ച്വലി നമ്മൾ ജൂലൈ ലാസ്റ്റ് വീക്കാട്ടോ പോകുന്നത്. ഇപ്പം എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഈ പോയ സമയത്ത് എനിക്ക് തോന്നി ലേഡീസിൻ്റെ കളക്ഷൻസ്ക്കാളും കൂടുതലുള്ളത് ജെൻസിൻ്റെ കളക്ഷൻസാണ്. ഒരുപാട് നല്ല നല്ല വെറൈറ്റി ഒക്കെ ഉണ്ടായിരുന്നു. സുതിയാണെങ്കിൽ ഒരുപാട് നോക്കി എടുക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇതുപോലെ പുറത്തൊക്കെ ഇറങ്ങുമ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ തിരിച്ചറിയാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ വീഡിയോ ഒക്കെ ചെയ്യുന്നതുകൊണ്ട് ചില ആൾക്കാരൊക്കെ വന്ന് സംസാരിക്കും, വീഡിയോ ചെയ്യുന്നതിലേ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞ് വന്ന് സംസാരിക്കും. ചില ആൾക്കാർ പാസ് ചെയ്ത് പോകുമ്പോൾ ചിരിച്ചുകൊണ്ടൊക്കെ ആയിട്ട് പോകും, ഒരു പരിചയമില്ലാത്ത ആൾക്കാർ. അതൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ. അതൊരു ഭയങ്കര ഒരു ഫീലാണ്. ഇപ്പോൾ ഇവിടുന്ന് തന്നെ സ്റ്റാഫൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾ വീഡിയോ ചെയ്തതല്ലേ കാണാറുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതൊക്കെ ആക്ച്വലി ഭയങ്കര വലിയൊരു ഭാഗ്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പം ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളൊരു സപ്പോർട്ടൊക്കെ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത്. അപ്പം ഇനിയും കണ്ടിന്യൂ ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടൊക്കെ. അപ്പം നമുക്ക് ഷോപ്പിംഗ് കണ്ടിന്യൂ ചെയ്യാം. അതിനിടയിൽ നമ്മൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ കണ്ട കുറച്ച് കളക്ഷൻസും കണ്ണിലുടക്കിയിട്ടുണ്ടായിരുന്നു. അറിയില്ല, ഞാൻ നോക്കാം. നൈസ്. ബ്ലാക്കിലൊക്കെ പോലെ വേറെ കളക്ഷൻസ് കളർ നോക്കാം. അങ്ങനെ ഞങ്ങൾ 3 എണ്ണം എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ട് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഒരാൾ പോകുന്നുണ്ട് ട്രയൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കോട്ടെ മെൻസിന്റെ ഷൂവിന്റെ സെക്ഷനാണ്. ആക്ച്വലി കുറച്ച് വെറൈറ്റി ഉണ്ട്, പക്ഷെ ആരും അങ്ങനെ എടുക്കാൻ ചാൻസ് ഇല്ല അങ്ങനെ തോന്നുന്നു. അവിടെയുണ്ട്, കാണിച്ചത് അതൊന്ന് മാർക്കിടാ നോക്കാം. ഒരു യുദ്ധക്കളത്ത് പോയ പോലെയുണ്ട്. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഷൂ ഉണ്ട് പക്ഷെ പോരാ. ആക്ച്വലി ഈ 2 ഷർട്ട് നിങ്ങൾ ശ്രദ്ധിച്ചെന്നോ അറിയില്ല, മമ്മൂട്ടിൻ്റെ ഏതോ ഒരു ഫോട്ടോഷൂട്ടിൽ ഇതിലേതോ ഒരു ഡ്രസ്സ് കൊണ്ടിട്ടിട്ടുണ്ട്. മമ്മൂട്ടി ഇട്ട് നിങ്ങൾ ആ ഫോട്ടോ ഇടണം കേട്ടോ. അതിനകത്ത് വീഡിയോ കണ്ടോ എഡിറ്റ് ചെയ്യുമ്പോൾ. ഓക്കെ ഓക്കെ എന്നിട്ട് പറ, എങ്ങനെയുണ്ട് ഷോപ്പിംഗ് എക്സ്പീരിയൻസ്? ഓക്കെ, അപ്പം നമ്മ ഷോപ്പിൽ ചെയ്തിട്ട് പുറത്തേക്ക് ഇറങ്ങലായി. ഓക്കെ, ആക്ച്വലി ഇപ്പോൾ സമയം എത്രയായി? 1 മണി കഴിഞ്ഞില്ലേ? 1:30. ഇപ്പോഴും നല്ല തിരക്കുണ്ട്. യെസ്, അങ്ങനെ ഒരു വലിയൊരു യുദ്ധം കഴിഞ്ഞിരിക്കുകയാണ്. സ്റ്റുഡിയോ ജസ്റ്റ് ഇറങ്ങി. കുറച്ച് സാധനമായിട്ട് എനിക്കൊരു ഷർട്ട്, അവളുടെ ഒരു ചെരുപ്പ്, അവളുടെ കുറച്ച് ഐറ്റംസ്. ലാസ്റ്റ് വീഡിയോയിൽ എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോപ്പിംഗ് പോകുന്നത്. പുതിയ പുതിയ ഐറ്റംസ് എല്ലാം ഉണ്ടെങ്കിൽ കാണിക്കാന്ന് വെച്ചിട്ടായിരുന്നു ആക്ച്വലി വന്നത്. എങ്ങനെയുണ്ട്? ഉണ്ട്, കുറെ ഐറ്റംസ് പുതിയുണ്ട്. ഫസ്റ്റ് ഡേ വന്നതിനേക്കാളും കുറെ ഐറ്റംസ് കുറെ വന്നിട്ടുണ്ട്. ഉണ്ട്. എനിക്ക് കംഫർട്ട് അനുസരിച്ചുള്ള കാര്യങ്ങൾ എനിക്ക് കിട്ടില്ല. കളക്ഷൻസ് കുറെ ഉണ്ട്, നല്ല നല്ല കളക്ഷൻസ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ബട്ട് എന്റെ ഒരു കംഫർട്ടുള്ള അതെന്താ അങ്ങനെ ആ ഒരു കംഫർട്ട്? ഇവിടെ ഇത്രയും ഡ്രസ് ഉണ്ട്, അവർക്ക് അവിടെ കംഫർട്ടിനുള്ള ഡ്രസ് ഇല്ല. അത് നോക്കി സ്ലീവ്ലെസ് ഉണ്ട് കുറെ. ഞാൻ സ്ലീവ്ലെസ് ഒക്കെ ട്രൈ ചെയ്ത് നോക്കി. ബട്ട് ഓരോന്നൊക്കെ അതിലേ തോന്നി ഇതിലേ പോകും, അങ്ങനെയൊക്കെയാണ്. നല്ല സ്ലീവ്ലെസ് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ മനസ്സിലാക്കിയ സ്ലീവ്ലെസ് ഇടാൻ കോൺഫിഡന്റ് അല്ല അതുകൊണ്ട് ആക്ച്വലി എടുക്കാഞ്ഞത്. കോൺഫിഡൻസ് വരുമ്പോൾ പോയി കൊടുക്കും. ആക്ച്വലി കുറെ സ്ലീവ്ലെസിന്റെ കളക്ഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ വന്നിട്ട് എടുക്കാം. പറയാം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും